അപ്പോൾ നിനക്ക് എന്താ ഇവിടെ പരിപാടി? സാർ എൻ്റെ കുളി കഴിഞ്ഞു, ഇനി ലഞ്ചിന് പോകണം. അത് കഴിഞ്ഞ് റൂമിൽ പോയി ചില്ല് ചെയ്യണം. റൂമോ? വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട് സാർ. എന്നാ പിടിച്ചോ. ഇവിടുത്തെ ചായക്ക് ചൂടില്ല, ചൊവയില്ല. ഇവിടുത്തെ കക്കൂസിന് ഓടില്ല, അടപ്പില്ല. കൊതുകിന്റെ കടിയുണ്ട്, കടി കിട്ടാൻ ഇടിയുണ്ട്. കുടിക്കുന്ന വെള്ളത്തിന് ക്ലോറിന്റെ മണമുണ്ട്. ലാത്തിയുടെ വടി കൊണ്ട് ചന്തിക്ക് പെടുന്ന ഈർക്കിൽ കൊണ്ടൊരു സൂത്രം കാണിച്ചത് എന്താ വേണം? നിന്റെ ഈ പാട്ടും കൂത്തുമായിട്ട് നീ ആ വാർഡിന് മുന്നിൽ നിന്ന് പെടണ്ട. എന്താ സാറേ, ഇവിടുത്തെ വാർഡൻ ഭയങ്കര സീനാണോ? അതെ, നിന്റെ ഈ പെർഫോമൻസ് എങ്ങാനും പുള്ളി കണ്ട, പുള്ളി നിന്നെ ഇടിച്ച് തൂറിക്കും. പ്രത്യേകിച്ച് കാരണം വേണ്ട പുള്ളിക്ക്. കൈ കിട്ടിയാലേ നല്ല ഇടി ഇടിക്കും. 10ാം നമ്പർ പറ്റില്ല, 7ാം നമ്പർ വേണോ അല്ലേ? റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് ചോദിച്ചു പോയതാ സാറേ. നിനക്ക് 7ാം നമ്പർ ഞാൻ തരാം. ഇന്ന് നിന്റെ മൂക്കിൽ അങ്ങനെയാണ് എന്റെ വേറെ ഐഡിയ ഉണ്ട്. എന്ത്? നമുക്ക് മതിലിന്റെ സൈഡിലുള്ള മരത്തിൽ കൂടെ പുറത്തേക്ക് ആടിയാല. എടാ, മതിലിന്റെ സൈഡിൽ എവിടാ ഒരു മരം? അങ്ങനെ ചോദിക്കേ. നാളെ ഇവിടെ ജയിലിൽ ഉച്ചയ്ക്ക് അങ്കമാലി മാങ്ങാക്കറിയാ. അതിന് അതാകുമ്പോൾ ഇവിടെ കുറേ മാങ്ങാണ്ടി ഉണ്ടാവും. അത് നല്ല കുറച്ച് മാങ്ങാണ്ടി എടുത്ത് നമ്മൾ മതിലിന്റെ സൈഡിലൊക്കെ നട്ട് കിളിപ്പിച്ച് അത് വളർന്ന് പന്തലിച്ചൊരു മാവായി മാറും. പിന്നെ അതിന്റെ ജില്ലയിൽ കൂടെ നമുക്ക് ചാടി രക്ഷപ്പെട്ടാ പോരെ. എന്റെ പൊന്നൊളിയോ, ഒരു മാവ് നട്ട് പടർന്ന് പന്തലിച്ച് വരണമെങ്കിൽ 10-13 വർഷം എടുക്കും. നമ്മുടെ ശിഷ്യ ഇവിടെ 5 വർഷത്തിൽ തീരുവേ. പീറ്റി സാറേ, കണ്ടോ? എന്താ സാറേ? ആ കൊമ്പിൽ ആരാ ഇരിക്കുന്നത് നോക്ക്. ഒറ്റ മൈൻ. ഇത് പുതിയ ആളാ. ഹലോ PT സാർ, വായിക്കുവോ? ഇല്ല, നല്ലോണം പാടും. എന്നാൽ വായിച്ചോ, ഇല്ലെങ്കിൽ നല്ലോണം പാടുപെടും. ബീയിങ് എ ഹ്യൂമൻ ബീയിങ് ഹു ഡസൻറ്റ് റീഡ് ഇറ്റ്സ് ജസ്റ്റ് എ ബയോളജിക്കൽ ആക്സിഡൻറ്റ് എന്ന ഫേമസ് കോട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ അത് കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കോട്ടില്ല, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതാ. മണിയാ, ഞാൻ പറഞ്ഞല്ലോ, നീ കേൾക്കുന്നുണ്ട്? എന്താ ഇത് അടുത്ത ആഴ്ച മന്ത്രി വരാതിരിക്കുക. എന്തായാലും സെല്ലിലൊരു മിന്നൽ പരിശോധന ആണ്. ഈ വന്ന ബീഡിയൊക്കെ ഇവിടെ കൊണ്ട് വെക്കും. 10 കിട്ടല്ലേ ഉള്ളു. അപ്പം 100 ബീഡി കുത്തിയിരുന്നങ്ങ് വലിക്കാം. ഒറ്റ ദിവസം കൊണ്ട് 100 ബീഡി ക്ലബ്ബിൽ കയറാമല്ലോ. അത് ശരിയാ. അതാ ഞാൻ പറഞ്ഞ. അപ്പോൾ ഈ വന്ന ബോളൊക്കെ ഇവിടെ കൊണ്ട് ഒളിപ്പിക്കും. സേഫായിട്ടൊരു സ്ഥലമുണ്ട്, കഷത്തിനിടെ വെക്കാം. അതാകുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ കുരുവാന്ന് പറഞ്ഞാൽ മതി. മണിയാ, വേറൊരു സ്ഥലമുണ്ട്. വേണ്ട വേണ്ട വേണ്ട, കേൾക്കണ്ട. അല്ല, ആരെങ്കിലും ചോദിച്ചാൽ ബോളാന്ന് തന്നെ പറയാലോ. നീ പുതിയ ആളാണല്ലേ? യെസ്. എന്നാ മോൻ ചേട്ടന്മാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാ കേക്കട്ടെ. പാട്ട് പാടാനാണോ? വൈ നോട്ട്? ചന്ത വാങ്ങിത്തരം മൊന്ത, ആരാ നിന്റെ തന്ത? അതൊക്കെ പോട്ടെ, നിന്റെ പേരെന്താ? വെടിയുണ്ടോ? വെടിയുണ്ട്. അച്ഛന്റെ പേരെന്നാ? തോക്കെന്നാ? വെടിയുണ്ടോന്ന് പറഞ്ഞ എന്റെ സ്റ്റേജ് നെയ്മാ. എന്റെ വാക്കുകൾ പതിക്കുന്നോട് പറക്കും. എന്നാ പിന്നെ വല്ല തൊരപ്പെണ്ണിടാന്നില്ലേ? അതിനൊരു മാസില്ലല്ലോ. നിങ്ങൾ വന്നടാ, എന്താ നിന്റെ കേസ്? വധശ്രമം. അത് ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്താ പദം? ചെക്ക് ദിസ് ഔട്ട്. ഞാനൊരു ഫാൻ, ഉണ്ണിക്കണ്ണന്റെ ഫാൻ. പറയടാ. ചേട്ടാ, മ്യൂസിക്കായിട്ട് ഉണ്ണിക്കണ്ണൻ സാറില്ലേ, ഞാൻ പുള്ളിയുടെ കട്ട ഫാനാ. പുള്ളിയുടെ ട്രാക്കും എൻ്റെ ഒരു റാപ്പ് കൂടി മിക്സ് ചെയ്ത് പുതിയ ഐറ്റം റിലീസ് ചെയ്യുന്ന കാര്യം ചോദിക്കാൻ വേണ്ടി ഞാൻ പുള്ളിയുടെ ഒരു കോൺസേർട്ടിന് പോയി. അല്ലെങ്കിൽ പുള്ളി കൊണ്ട് കേസ് കൊടുക്കേ. ഞാൻ അവിടെ ചെന്ന് സാറിനെ കാണാൻ പഠിച്ച പണി പതിയിട്ട് നോക്കി, ഒരു രക്ഷയില്ല, അടുക്കാൻ പറ്റില്ല. അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലെത്തി. ഒരു നിവർത്തിയില്ലാണ്ടായപ്പോൾ ഒരു വെള്ള പേപ്പറിൽ എൻ്റെ ആവശ്യം ഒരു അപേക്ഷ പോലെ എഴുതി അവിടെ കിടന്നൊരു കല്ലി പൊതിഞ്ഞ് ഉണ്ണിക്കണ്ണ സാറിന് ഇട്ട് കൊടുത്തു. കല്ലി പോയി പിച്ച് ചെയ്ത് ഉണ്ണിക്കണ്ണ സാറിൻ്റെ വലത്തെ കണ്ണിൽ. അങ്ങനെ ഉണ്ണിക്കണ്ണൻ സാർ ഒറ്റക്കണ്ണൻ സാറേ. ഇപ്പോഴത്തെ ഈ വേദന മാറാൻ ഒരാഴ്ചത്തെ കഠിന തടകൂട വേണ്ടി വരും. എന്നാലും ഉണ്ടയൊക്കെ ചൊങ്ങിട്ടുണ്ട് കേട്ടോ. നീര്. നീര്. എന്താ ഇവിടെ സ്പായ? നിന്റെ സാറേ, മെനങ്ങാൻ നമ്മർക്കല്ലായിരുന്നു മെസ്സിലെ ഡ്യൂട്ടി. ഞങ്ങൾ അന്ന് ഇവിടെ മൊത്തം പട്ടിയെ പോലെ പണിയെടുത്ത് തളർന്ന് ക്ഷീണിച്ച് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി അന്ന് ഞങ്ങൾ മെസ്സിൽ പോയി. ഞങ്ങൾ അവന്മാരോട് മര്യാദയ്ക്ക് ചോദിച്ച് കടിയുണ്ടോ? അപ്പം അവന്മാർ പറയുക കടി ഉണ്ടായിരുന്നു, ഓയിൽമെന്റ് തേച്ചപ്പോൾ മാറിയെന്ന്. അവൻ്റെ ഒക്കെ ഒരു കൊണച്ച കോമഡി. എനിക്കങ്ങോട്ട് ചൊറിഞ്ഞ് കയറി. എൻ്റെ കയ്യിൽ നിന്ന് തിളച്ച വാടച്ചായ എടുത്ത വണ്ടിൻ്റെ മുഖത്തേക്ക് ഒറ്റ ഒഴി. എന്നിട്ട് എന്താ അവൻ വണ്ടല്ലേ, അവൻ പാർക്കള തന്നെ കള്ളപ്പന്നി. എൻ്റെ കഷ്ടകാലത്തിന് ആ തിളച്ച ചായ പോയി ലാൻഡ് ചെയ്ത് ബാക്കൂടെ പോയ വാർഡിൻ്റെ മുഖത്താ. പിന്നെ അവിടെ നടന്നു ഒന്നും എനിക്ക് ഓർക്കാൻ ഒരു താല്പര്യമില്ല സാറേ. ശർക്കര എന്തിനാടാ? ഉണ്ടപ്പരി ഉണ്ടാക്കാൻ. ഉണ്ടംപുരി എല്ലാവർക്കും ഓക്കെ ആയിരിക്കുമല്ലോ സാറേ? പിന്നെ ജയിലിന്റെ മെനു പ്രകാരം ഇന്ന് വൈകുന്നേരത്തെ കടി ഉണ്ടംപുരിയാണ്. എന്ത് ചെയ്യാൻ പറ്റും സാറേ? ഉണ്ടപ്പരി വേണ്ടാത്തവർക്ക് നമ്മൾ വേറെ ഐറ്റം ഉണ്ടാക്കട്ടെ. പൊരി ഉണ്ടാ. നമുക്കത് വേണ്ട. എന്നാ സ്പൈസി ആയിട്ട് അടിച്ചു തരാട്ടാ, പെരി പെരി ഉണ്ടംപുരി. അതൊന്ന് പറഞ്ഞു നോക്കണം. മനസ്സിലായി. ആരെയും കാണാണ്ട് നമ്മൾ വാർഡന്റെ റൂമിൽ കയറുന്നു. എന്നിട്ട് വാർഡന്റെ ജീപ്പിന്റെ താക്കോൽ എടുക്കുന്നു. എന്നിട്ട് അതേ ജീപ്പിൽ നമ്മൾ പുറത്തേക്ക് ചാടുന്നു. കറക്റ്റ്. അപ്പൊ ഈ ജീപ്പിനടി വെച്ച യൂണിഫോം എന്തിനു? മനസ്സിലായി.
നമ്മൾ പുറത്ത് പോകുന്നു, ആ യൂണിഫോം എടുത്തിടുന്നു, അടുത്ത ജംഗ്ഷനിൽ നിന്ന് 10 വണ്ടിക്ക് കൈയടിച്ച് വണ്ടിപ്പേര് ഉണ്ടാക്കി ആ കാച്ച് നമ്മൾ എസ്കേപ്പ് ആവുന്നു അല്ലേ? ഒരു ഓസ് കിട്ടിയാറുണ്ടല്ലോ, കുറച്ച് വെള്ളം കൊടുത്ത് അതിനകത്ത് ഒഴിച്ചിട്ട് അപ്പം അത് അങ്ങോട്ട് പോയി ഇതെവിടെ ഒന്ന് ഇറങ്ങും. ഇവിടെ പൊട്ട അപ്പോൾ ബീഡി താഞ്ഞു പോലെ. നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. ആ ഒരു കാര്യം ചെയ്യും, വാർഡന്റെ റൂമിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ഉണക്ക്, എന്നിട്ട് 2 പോലീസുകാരൻ ഡ്യൂട്ടിക്ക് ഇട്. അവർ നിൽക്കോ? ആരെങ്കിലും പറഞ്ഞും പെട്ടെന്ന് കയറി എടുക്കാന്ന്. എങ്ങനെ എടുക്കാനാണ്? ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ പൊക്ക, നീ ഇവനെ പൊക്ക്. എന്നിട്ട് നമ്മളെ പോലീസ് പോക്കാനാ? ഞാൻ ഇത് തൂങ്ങിക്കിടന്ന കഥ പറഞ്ഞിട്ട് ഇവന്മാര് വിശ്വസിക്കണില്ല. പുൾവടിക്കുന്നു തൂങ്ങിക്കിടന്നു. അതെ കഥ സാറൊന്ന് കേൾക്കണം. കഥ ഇറക്കാൻ നോർത്ത് ഈസ്റ്റിലാണ്. അന്ന് ഞാൻ പാൻറ്റിയും കള്ളനായിരുന്നേ. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ചിറാപ്പുഞ്ചി മഴയത്ത് സാറിന് അറിയാലോ, നിർത്താതെ പാടിക്കൊണ്ടിരിക്കും, അല്ല പെയ്തോണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോൾ ഒരു നിലാവഞ്ചി. ഞാൻ തുഴഞ്ഞ് അക്കരെ എത്തിയപ്പോഴേക്കും ഒരു ഓടിട്ട വീട് നേരെ വലിഞ്ഞ് മേളിൽ കയറി. ചിറാപ്പുഞ്ചി മഴയല്ലേ സാറേ, കാല് തന്നെ പൊത്തക്കടോന്ന് പറഞ്ഞ് താഴെ വീഴാൻ പോയപ്പോഴത്തേക്കും നേരെ കയറി പിടിച്ച പാത്തിയിൽ. എന്നിട്ടെന്താ ഒരു നോർത്ത് ഈസ്റ്റുകാരൻ ഓടി വന്ന് അയാൾ നോക്കുമ്പോൾ ഞാൻ പാത്തിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. ഇയാൾ അപ്പം തന്നെ അന്ന് തന്നെ പാത്തയോ അപ്പത്തി തേ കൂന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടി. അവസാനം പോലീസ് വന്നു. പിന്നെ അറിയാലോ സാറേ, നിങ്ങളെപ്പോലെ പാവങ്ങളൊന്നുമല്ല, വെറുതെ പിടിച്ചിരിക്കും അവിടുത്തെ പോലീസുകാർ. എടോ, ഈ പ്രതിമ ആരുടേതാണെന്നാണ് എൻ്റെ ചോദ്യം. പേര്? വിജി തമ്പിദ്ദളവ. ആര്? ചരിത്രം അറിയത്തില്ലെങ്കിൽ അറിയില്ല സാറ് വരാ. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് സർ വില്യം ഹാർബർ. ഓ, എൻ്റെ നാക്കിൻ്റെ തുമ്പത്തുണ്ടായിരുന്നു. അത് തുപ്പൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയോടൊപ്പം നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ബ്രിട്ടീഷുകാരനായ ഇന്ത്യക്കാരനായിരുന്നു ഇദ്ദേഹം. എങ്ങനെ? ഈ ബ്രിട്ടീഷുകാരുടെ കൂടെ കളിച്ച ഇന്ത്യക്കാരൻ്റെ കൂടെ വന്ന ബ്രിട്ടീഷുകാരനായിരുന്നു ഇന്ത്യക്കാരൻ. സാർ ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഇത്ര വിവരവും വിദ്യാഭ്യാസവും വായത്താളുള്ള സാർ ഇങ്ങനെ ജയിലിലായ വല്ല എൻസൈക്ലോപീഡിയ മോട്ടിച്ചേനാ? അല്ല, കൊലപാതകം. മനുഷ്യനല്ല, പിന്നെ മനുഷ്യനേക്കാൾ വിലയുള്ളൊരു സാധുജീവിയെ, നമ്മുടെ ദേശീയ മൃഗത്തെ. കരടിയ ഇന്ത്യക്കാരായത് ഇന്ത്യക്കാർക്ക് വേണ്ടി പോരാടിയ ബ്രിട്ടീഷുകാരനായ ഇന്ത്യക്കാരായിരുന്നു സർ വില്യം ബാർബർ. തലേന്തി ഹെഡ്സ് ഓഫ്. അയ്യോ, ഇത് പുള്ളിയുടെ പ്രതിമയായിരുന്നോ? എന്നാ തീർന്നടാ, നീയൊക്കെ തീർന്നത് വിഷയമാവും. നീ ബാർബറിന്റെ തല വെട്ടിയല്ലടാ. കളവാ പോയാ വാടനെ വിളിച്ചിട്ടുണ്ടോ? വാടൻ വന്നിട്ട് ഇവന്മാർ തലശ്ശേരി തൊട്ട് കോതമംഗലം വരെ ഇപ്പൊ തന്നെ പരിശോധിക്കട്ടെ, കിട്ടും തെളിവ്. തപ്പിക്കോട്ടെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. കയ്യിലില്ലെങ്കിൽ ഉറപ്പായിട്ട് സെല്ലില്ല. ഇവന്മാർ തിന്നിടത്താ ഒക്കെ സാധനം ഉണ്ടാവും. അത് ഇന്ന് തപ്പി കണ്ടുപിടിക്കുന്നവരെ വേറെ കളിയില്ലടാ. എടാ നന്ദിയില്ലാത്തവനെ, കഴിഞ്ഞ ആഴ്ച നിനക്ക് വയറ്റിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞോട്ടല്ലടാ എന്റെ ഇത് ഒരു വീഡിയോ വെച്ച് വലിച്ചത്. എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? തിങ്കളാഴ്ച എവിടെ വെച്ച്? പ്ലാവിന്റെ അടിയിൽ. രഘുവിന് കൊടുക്കുന്നതിന് മുന്നേ അതിനുശേഷം? രഘുവിന് കൊടുത്തതിന് ശേഷം നീ കക്കൂസി പോകുന്നതിന് മുന്നേ. ഇപ്പൊ ഓർമ്മ കേട്ടല്ല, എന്ത് കിട്ടി? അവന്മാർ കുറ്റസമ്മതം നടത്തി കേട്ടല്ല. ഇവന്മാർ തന്നെ സാധനം ഇവിടെ വെക്കുന്നത്. പാളി തന്നെ അന്വേഷിച്ചിട്ട് പഞ്ചാബിൽ നിന്ന് 2 സീനിയർ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്. സാറുമാരൊന്ന് വിളിച്ചേ. ആ ബെസ്റ്റ്. ജോസഫ് സിംഗും കൃഷ്ണൻകുട്ടി സിംഗും. സാറേ എന്താടോ? സാർ, ഞാൻ നോക്കുമ്പോൾ ഇവനെ സി ബ്ലോക്കിന്റെ മേലെ വലിഞ്ഞു കയറുന്നു. പൊക്കിയപ്പോൾ കയ്യിലൊരു ബോളും. ഇതിനുള്ളിൽ എന്താണെന്നുണ്ടോ? വീടിക്കെട്ട്. ബീഡിയോ? എന്താടോ ഇത്? സാറേ എനിക്ക് കിട്ടി. നിന്റെ ഒറ്റയ്ക്കുള്ള ബിസിനസ് അതോ പാർട്ട്നേഴ്സും ഉണ്ടാ? സാറേ ഞാൻ വെറുതെ സ്റ്റാഫാണ്, അവന്മാരാണ് ഓണേഴ്സ്. താനാണോ എൻ്റെ ഇൻവെസ്റ്റർ? അല്ല സാറേ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. അടുത്ത പരോൾ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഞാൻ തന്നെ ചേർക്കും. അല്ല, നിങ്ങളെന്തായാലും ഇപ്പോൾ ഇവിടെ പിടിച്ചിരുത്തേക്കുന്നേ? സാറേ, വാണിന് കൊടുക്കാൻ ബോളി വെച്ചപ്പോൾ അവന്മാർ തരണ്ടേ? അതാ 2 പൊട്ടിക്കേണ്ടി വന്നത്. അതിനിടെ പെട്ടുപോയ സാറേ ഈ സ്റ്റാച്ചു. വലിയ വില ഒന്നും ഇല്ലായിരുന്നു, തൊട്ടപ്പം തന്നെ താഴെ പോയി. അതിനാണ് ഞങ്ങൾ ഇടിക്കാൻ വേണ്ടി അവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത്. വെരി ഗുഡ്. പരോളുമില്ല കരോളുമില്ല, പോയി നിൽക്കണം അവിടെ. സാറേ, പുള്ളിയുടെ ബുക്കാണ് മന്ത്രി വരുമ്പോൾ പ്രകാശനം ചെയ്യാൻ വെച്ചിരുന്നത്. ആളുടെ ഫോട്ടോ ഉണ്ട് ബാക്കിൽ. ഇവനെവിടോ? പുള്ളി ഇവിടെ എവിടെയെങ്കിലും കാണും സാറേ. സാറേ, ഒരാൾ മിസ്സിംഗ് ആണ്. മിസ്സിങ്ങാ? അപ്പൊ ഒരു സംശയം വേണ്ട, ഇവൻ തന്നെ. ഇവൻ അതിൽ കൂടെ ചാടിയിട്ടുണ്ടാവും. അല്ല സാറേ, ചിലപ്പോൾ ഈ ടണലിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഇതിനകത്ത് ഇറങ്ങിയതാണെങ്കിലോ? പിന്നെ കയറി ഇറങ്ങി പഠിക്കാനായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ കവാടമുള്ളത്. എൻ്റെ ഒരു നിയമനത്തിൽ പുള്ളി അങ്ങനെ ചാടിപ്പോകാൻ സാധ്യതയില്ല. അതോ മരതക മൊണ്ണേ, ഇയാൾ ഈ നല്ല നടപ്പും വായനയൊക്കെ ഉണ്ടല്ലോ, അയാളുടെ അടവാണ്. 5 പുലിത്തോല് പിടിച്ച കേസിൽ 10 കൊല്ലം അപ്പക്കാട് ജയിലിൽ കിടന്നവനവൻ. ഇതേപോലെ നല്ല നടപ്പിന് ചാടാൻ നോക്കിയതാ.
അപ്പോൾ ഞാനായിരുന്നു അവിടെ വാർഡൻ, അതുകൊണ്ട് അത് നടന്നില്ല. ഇപ്പൊ കടുവേനെ വണ്ടി ഇടിച്ച കേസിലല്ലേ അവനകത്ത് അയക്കണത്? ആ, അന്ന് ഫോറസ്റ്റുകാർ കൃത്യസമയത്ത് എത്തിയോണ്ട് ആ കടുവയുടെ ബോഡി വിത്ത് തോലി കിട്ടി, അല്ലെങ്കിൽ അതും വിത്തൗട്ടായാനെ.